നമ്മളൊക്കെ പണ്ട് കാലത്ത് സിനിമ എന്ന് പറയുന്നത് ഞാനൊക്കെ ഒരു 80s ആണല്ലോ. അപ്പോൾ ആ ഒരു 80s കാലഘട്ടത്തിലൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ സിനിമ എന്ന് പറയുമ്പോൾ നമ്മൾ കണ്ടതും കേട്ടതും എല്ലാവരും പറയുന്നത് കേൾക്കുമ്പോൾ എന്താ തമിഴ്നാട് ചെന്നൈ പട്ടണം ആണ് സിനിമ എന്ന് പറയുന്നതിൻ്റേത്. അപ്പോൾ അത് തേടി പോയി അവിടെ നിന്നും കുറച്ച് കാര്യങ്ങൾ അങ്ങനെ സിനിമയെക്കുറിച്ചൊക്കെ പഠിച്ച് എന്നാലും നമ്മൾക്ക് അവസരം കിട്ടുന്നിടത്തേക്കാണല്ലോ നമ്മൾ പോകേണ്ടത്. അങ്ങനെ വന്നൊരു അവസരമാണ് ഇപ്പൊ മലയാളത്തിലേക്ക് വന്നത്. അപ്പൊ അതുകൊണ്ട് നേരെ ഇങ്ങോട്ട് പോകുന്നു അത്ര എന്ന് വെച്ചാൽ അത് വിട്ടിട്ടില്ല, ഒരിക്കലും വിടില്ല. അല്ല, തമിഴ്നാട്ടിലാണോ സെറ്റിൽഡ്? 20 വർഷത്തോളമായിട്ട് ഞാൻ തമിഴ്നാട്ടിൽ തന്നെയാണ്. ഇപ്പൊ ഞാൻ കൊച്ചിയിലുണ്ട്, തമിഴ്നാട്ടിലുണ്ട്, ഒന്നും വിട്ട് കളിക്കില്ല. ചെന്നൈയും കൊച്ചിയുമായിട്ട് മാറി ഉണ്ട്. അത്ര നമ്മുടെ സൗകര്യത്തിനനുസരിച്ച്. ഇനിയിപ്പോ തെലുങ്ക് പടം വന്നാൽ ഞാൻ അവിടെ പോയിട്ട് ആന്ധ്രയിലും പോയിട്ട് ഒരു ഫ്ലാറ്റ് എടുത്ത് അവിടെ താമസിക്കും. മലയാളം സിനിമ എന്ന് പറയുന്നതിനൊക്കെ കൂടുതൽ ഈ നമ്മൾ കേട്ട് പഠിക്കുന്ന ഒരു ചരിത്രമുണ്ടല്ലോ. പണ്ട് കാലങ്ങളിൽ ABM സ്റ്റുഡിയോയും അതും ഇതും ചെന്നൈ എന്നൊക്കെ പറഞ്ഞ് നേരത്തെ പറഞ്ഞ പോലെ. അപ്പം മലയാള സിനിമയിലേക്ക് എന്തുകൊണ്ട് ആദ്യമേ ട്രൈ ചെയ്തില്ല? ഇല്ല, നമ്മൾ കേൾക്കുന്ന സിനിമ എന്ന് പറയുന്നത് നമ്മുടെ മലയാള സിനിമകളാണെങ്കിൽ കൂടെ അന്നും ചെന്നൈ ആയിരുന്നു അതിന്റെ ഹബ്ബ്. നമ്മൾ ഇവിടെ തേടുന്നതിനെക്കാട്ടും കൂടുതൽ നമ്മൾക്ക് അവിടെ അവൈലബിലിറ്റി എന്ന് അറിഞ്ഞിട്ടാണ് നമ്മൾ അങ്ങോട്ട് അവിടെ ആയിരിക്കാൻ കൂടുതൽ. കാരണം നമ്മൾ കേട്ട് പഴകിയത് അങ്ങനെയാണ്. അപ്പൊ അത് തേടിയാണ് നമ്മൾ ആദ്യം പോകുന്നത്. അതുകൊണ്ടാണ് ചെന്നൈ. അതെ, തീർച്ചയായും ഞാനത് മനസ്സിലാക്കി, ചെന്നൈയിലാണെന്ന് മനസ്സിലാക്കി. പക്ഷെ എന്റെ ചോദ്യം അങ്ങനല്ല, എന്തുകൊണ്ട് മലയാളത്തിൽ ആദ്യമേ ട്രൈ ചെയ്തില്ല എന്നാണ്. അല്ല, സിനിമയ്ക്ക് ലാംഗ്വേജ് ഒന്നും ഇല്ലല്ലോ. അങ്ങനെ നമ്മൾക്ക് കിട്ടുന്ന അവസരങ്ങൾ എവിടെയാണെന്നല്ല, സിനിമയാണ് നമ്മുടെ വിഷയം. മലയാള സിനിമയെന്നോ തമിഴ് സിനിമയെന്നോ അങ്ങനെയൊന്നും അല്ല. ചിലപ്പോൾ അന്ന് മുംബൈയിലാണ് സിനിമ ഹബ്ബ് എന്ന് കേട്ടിരുന്നത്. ഞാൻ ചിലപ്പോൾ അവിടെ പോയിട്ട് മുംബൈയിൽ വന്നിട്ട് ബോളിവുഡിലായിരിക്കും ചിലപ്പോൾ ഞാൻ തേടിയിട്ടുണ്ടാകും. അല്ല, നമ്മൾക്ക് അങ്ങനെ ഒരു ഇതില്ല. ഈ ഇൻഡസ്ട്രിയിൽ വേറെ ലെവലല്ല പറഞ്ഞു കേട്ടോ. എന്നാലും അതൊരു ബോളിവുഡ് ചിന്താഗതി അതിനെ കുറിച്ച് ആ ഒരു ചിന്ത ഉണ്ടല്ലോ. ബോളിവുഡ് സൽമാൻ ഖാൻ, ഷാറൂഖ് ഖാൻ, വീശയില്ലാത്ത നായകൻ. അല്ല, അത് നമ്മൾ അങ്ങനെ തന്നെയാണല്ലോ. അടുത്ത് പറഞ്ഞാൽ ഇനിയിപ്പോൾ മലയാളം തമിഴ് തുടങ്ങി ഇപ്പൊ മലയാളത്തിലേക്ക് വന്നു. ഇനി നമ്മൾ അടുത്തെന്ന് പറഞ്ഞാൽ 100% ഹോമാലയ പോലത്തെ പടങ്ങൾ അങ്ങനെയുള്ള ഇതിലേക്ക് നമ്മൾ ചേക്കേറും. അത് കഴിഞ്ഞാൽ നേരെ ഹൈദരാബാദിലേക്ക് അല്ലു പടങ്ങൾ നമ്മൾ ചെയ്യും. ഇതാണല്ലോ നമ്മുടെ സ്വപ്നങ്ങൾ. ഈ സ്വപ്നങ്ങളിലേക്ക് നമ്മൾ എത്തിച്ചേരുക എന്നുള്ളതാണല്ലോ നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. സിനിമ അതാണല്ലോ. തീർച്ചയായിട്ടും. അതെ, തീർച്ചയായിട്ടും അതായി തീരും.